നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലൂയിസ് എൻറിക്കെ PSG കോച്ചായതിനു ശേഷം നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലാത്തൊരു ദൃശ്യമാണ് ഈ കപ്പ് കൊടുക്കുന്ന സെറിമണിയിൽ PSG പോഡിയത്തിലല്ലാതെ പുറത്ത് ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാഴ്ച. അതിന്ന് നമ്മൾ കണ്ടു. ഇതിപ്പോൾ രണ്ടാം തവണയാണ് അദ്ദേഹം വന്നതിന് ശേഷം. ഒന്ന് ക്ലബ്ബ് വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ, ഇപ്പോഴിതാ ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ ഒട്ടും ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്. യുവേഫ സൂപ്പർ കപ്പൊക്കെ വിജയിച്ച് നല്ല രൂപത്തിൽ നിൽക്കുന്ന PSG ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ ലെൻസിനോട് ഏകപക്ഷീയമായ ഒരു ഗോൾ തോറ്റിരിക്കുന്നു. ഫ്ലോറിൻ തൗവിനാണ് ആ ഒരു ഗോൾ നേടിയത്. ഇതിൽ ആദ്യ പകുതിയുടെ അവസാനത്തിൽ കിലിൻ അന്റാണിയോയ്ക്ക് റെഡ് കാർഡ് കിട്ടി, ലെൻസ് 10 പേരായിട്ട് ചുരുങ്ങി. എന്നിട്ടും PSG ആ ഗോൾ മടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഒടുവിൽ ഫ്രസ്ട്രേഷൻ കാരണമാകണം PSG ന്യൂനോ മെൻഡസ് എതിരാളിയെ എൽബോ ചെയ്തു, റെഡ് കാർഡ് വാങ്ങി, സൂപ്പർ താരത്തിന് റെഡ് കാർഡ് കിട്ടി. അങ്ങനെ ദുരന്തമായിട്ട് PSG കളി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് PSG പരാജയപ്പെടുത്തി ലെൻസ് ഇതാ ട്രോഫി ഡെസ് ചാമ്പ്യൻസിൽ മുത്തമിട്ടിരിക്കുന്നു. ഫ്ലോറിൻ തൗവിനാണ് അവർക്കായിട്ട് ഗോൾ കണ്ടെത്തിയത്. ഈ മത്സരത്തിൽ PSG മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങളാണ് ഇറങ്ങിയത്. അതായത് കിച്ച കവറസ്കേലിയ, ഡിസേർഡു, അക്കിലൂഷ് എന്നിവരൊക്കെ ഇറങ്ങിയിരുന്നു. എന്നാൽ 32ാമത്തെ മിനിറ്റിൽ തൗവിനിലൂടെ ലെൻസ് ലീഡെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആധിപത്യം PSG പുലർത്തിയാലും സംശയമൊന്നുമില്ല. നിരവധി അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ലീഡെടുത്തത് ലെൻസ് ആയിരുന്നു. 39ാമത്തെ മിനിറ്റിൽ അന്റോണിയോക്ക് റെഡ് കാർഡ് കിട്ടി. അത് വലിയ വിവാദമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കിലിൻ അന്റോണിയോ ആ ഒരു ഫൗൾ ചെയ്തു അക്കിലൂഷിനെ എന്ന് പറഞ്ഞുകൊണ്ട് റഫറി റെഡ് കാർഡ് എടുത്ത് വിഷയം, അത് സ്ട്രൈറ്റ് റെഡ് കാർഡാണ് കൊടുത്തത്. അപ്പോഴേ തൗവിൻ റഫറിയുമായിട്ട് തർക്കമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഇത് പിച്ച് സൈഡ് മോണിറ്ററൊന്നും പരിശോധിക്കുകയൊന്നും ചെയ്തില്ല, വാർ അതിൽ ഇടപെട്ടില്ല. ഹാഫ് ടൈം സമയത്ത് റഫറിയോട് വലിയ രൂപത്തിൽ ലെൻസിൻ്റെ സ്പോർട്ടിംഗ് ഡയറക്ടർ ജീൻ ലൂയിസ് ലെക്ക അതിശക്തമായ രൂപത്തിൽ എതിർപ്പൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം റഫറിയോട് പോയിട്ട് പറഞ്ഞത്, ശരിയാണ് അവിടെ ഇന്റൻസിറ്റി എന്നൊക്കെ നിങ്ങൾക്ക് പറയാം, പക്ഷേ നിങ്ങൾ വാറ് പോലും ചെക്ക് ചെയ്തില്ല, നിങ്ങൾക്ക് കളിയെ കില്ല് ചെയ്യാനുള്ളൊരു നാക്കുണ്ടെന്ന് തോന്നുന്നു, ഇതല്ല ഇങ്ങനെയല്ല കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇത് വിവാദമൊക്കെ ആയിരുന്നു, ആ ഒരു റെഡ് കാർഡ് കൊടുക്കേണ്ടതുണ്ടായിരുന്നോ എന്നുള്ളത്. രണ്ടാം പകുതിയിൽ 10 പേരായിട്ട് ചുരുങ്ങിയ ലെൻസിന് മേലെ PSG ആധിപത്യമൊക്കെ പുലർത്തുന്നുണ്ടായിരുന്നെങ്കിലും പന്ത് ഗോളാക്കി മാറ്റാൻ അവർക്ക് കഴിയാതെ പോയി. ഒടുവിലാണ് ആ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഫലമായിട്ടാവണം 87ാമത്തെ മിനിറ്റിൽ എതിരാളിയെ എൽബോ ചെയ്തതിന് ന്യൂനോ മെൻഡസിന് റെഡ് കാർഡ് കിട്ടുകൂടി ചെയ്തതോടെ സംഗതി പൂർത്തിയായി. ഏകപക്ഷീയമായ ഒറ്റ ഗോളിൻ്റെ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് PSG. അങ്ങനെ അവർക്ക് ആ കിരീടം നഷ്ടമായി. ഇനിയിപ്പോൾ ലീഗ് വണ്ണിലെ മത്സരങ്ങൾക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. ഓഗസ്റ്റ് 24 ലീഗ് വണ്ണിൽ PSG ആദ്യ മത്സരമുള്ളത്. എതിരാളികൾ റന്നേഴ്സാണ്. ഓഗസ്റ്റ് 24 പുലർച്ചെ 12:15 ആ മത്സരം നടക്കും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീഡിയോ എത്താം.